Hi, and welcome back to the third lesson of ICDS Supervisor Sociology Part 2. ഇതില് നമ്മൾ ഡിഫറൻസിയേഷൻ ഓഫ് സോഷ്യൽ സർവീസ് ആൻഡ് സോഷ്യൽ വർക്ക്, അതായത് സാമൂഹിക സേവനവും സാമൂഹിക പ്രവർത്തനവും തങ്ങളിലുള്ള വ്യത്യാസം, ഇത് നിങ്ങളുടെ സിലബസിന്റെ ഭാഗമായ ഒരു ടോപ്പിക്കാണ്. അപ്പൊ എന്താണ് ഇത് തങ്ങളിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അത് തങ്ങളിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് നോക്കാം. Okay, all right. So, what is the difference between social work and social service? ഇതാണ് ശരിക്കും നമ്മൾ നോക്കുന്നത്. ഇപ്പം സോഷ്യൽ സർവീസ് ആയിരുന്നാലും സോഷ്യൽ വർക്ക് ആയിരുന്നാലും ഇത് രണ്ടും ഇന്റർകണക്റ്റഡ് ആണ്. ഓക്കെ, പക്ഷേ വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫീൽഡ്സ് ആണ് ഇത് രണ്ടും. ഓരോ ഫീൽഡിനും അതിൻ്റെതായ യുണീക്ക് ആയിട്ടുള്ള റോൾസ് ആണ് അതിന് പ്ലേ ചെയ്യാനായിട്ടുള്ളത്. ഇതിന്റെ രണ്ടിന്റെയും ഗോൾസ് ഡിഫറെന്റ് ആണ്, ഇതിനകത്ത് ഉപയോഗിക്കുന്ന മെത്തഡോളജി ഡിഫറെന്റ് ആണ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസിയേഷൻ നമുക്ക് ശരിക്കും മനസ്സിലാക്കുക എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഇത് നമുക്കൊരു ടോപ്പിക് ആയതുകൊണ്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചോദിക്കത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം എന്നുള്ളതാണ്. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഡീറ്റെയിൽസ് നൗ. സോഷ്യൽ സർവീസ് ആൻഡ് സോഷ്യൽ വർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് രണ്ടും ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള ഫീൽഡ്സ് തന്നെയാണ്. ഓൾറൈറ്റ്, അപ്പൊ ഇതിന്റെ ഒരു ഡെഫിനിഷനും അതിന്റെ സ്കോപ്പും എന്താണ്, അപ്പൊ അതായത് ഡെഫിനിഷനിലും സ്കോപ്പിലും ഉള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അപ്പം സോഷ്യൽ സർവീസിന്റെ കാര്യം പറയാനാണെങ്കിൽ, ഇറ്റ് ഇൻവോൾവ്സ് പ്രൊവൈഡിങ് സർവീസസ് ടു ഇംപ്രൂവ് ദ വെൽഫെയർ ഓഫ് ഇൻഡിവിജ്വൽസ്, ഫാമിലീസ് ആൻഡ് കമ്മ്യൂണിറ്റി. ഇപ്പൊ സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് ശരിക്കും അതാണ്. ഇപ്പൊ സോഷ്യൽ സർവീസസിനകത്ത് ഒരുപാട് സേവനങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇത് സഹായിക്കുന്നതിനും എന്താ പറയേണ്ടത്, കുടുംബങ്ങളുടെ ആയിരുന്നാലും ഫാമിലീസിന്റെ ആയിരുന്നാലും കമ്മ്യൂണിറ്റീസിന്റെ ആയിരുന്നാലും വ്യക്തികളുടെ ആയിരുന്നാലും അവരുടെ വെൽഫെയർ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അപ്പം ഈ സർവീസസ്, സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് പലപ്പോഴും ഇത് ഗവൺമെന്റ് കൊടുക്കുന്ന സർവീസസ് ആകാം, ഇനി അതും അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് കൊടുക്കുന്നതാകാം, ഇനി അതും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് കൊടുക്കുന്നതാകാം ഈ സേവനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത്, അതായത് സോഷ്യൽ സർവീസിന്റെ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് അസിസ്റ്റൻസ് കൊടുക്കുക ടു സപ്പോർട്ട് ആൻഡ് മീറ്റ് ദ ഇമീഡിയറ്റ് നീഡ്സ് ഓഫ് പീപ്പിൾ. അവരുടെ ഇമീഡിയറ്റ് ആയിട്ടുള്ള ആ നീഡ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡയറക്റ്റ് സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും സോഷ്യൽ സർവീസ് കൊണ്ട് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ സോഷ്യൽ സർവീസിന്റെ കീ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കുകയാണെങ്കിലോ, ആദ്യം ഒന്ന് എമർജൻസി അസിസ്റ്റൻസ് അവിടെ വരുന്നുണ്ട്. അപ്പൊ എമർജൻസി അസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഭക്ഷണം കൊടുക്കുന്നതാകാം, ഷെൽട്ടർ കൊടുക്കുന്നതാകാം, ഒരു ക്രൈസിസിന്റെ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് തുണിത്തരങ്ങൾ അങ്ങനെയൊക്കെ കൊടുക്കുന്നതാണ്. അത് ഒരു ഘടകം സോഷ്യൽ സർവീസിൻ്റെ. മറ്റൊന്ന് ഹെൽത്ത് സർവീസസ്. അപ്പൊ ഹെൽത്ത് സർവീസസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഹെൽത്ത് കെയറിൽ ആക്സസ് അവൈലബിൾ ആക്കുക, മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കുക, എസ്പെഷ്യലി ഒരു ക്രൈസിസ് അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ. ഇനി സോഷ്യൽ സർവീസിന്റെ ഭാഗമായിട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം, എഡ്യൂക്കേഷണൽ റിസോഴ്സ്, വിദ്യാഭ്യാസം, അതിനുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എക്കണോമിക് അസിസ്റ്റൻസും ഇതിന്റെ ഭാഗമായിട്ട് വരും. ഫൈനാൻഷ്യൽ എയ്ഡ് കൊടുക്കാം ഒരു പക്ഷേ, ഇല്ലെങ്കിൽ ഒരു ജോബിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിന്, എംപ്ലോയ്മെന്റിനുള്ള സർവീസസ് ഒക്കെ കൊടുക്കുന്ന സിറ്റുവേഷനും അവിടെ ഉണ്ടാകാം. ഇനി ഫേമസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, റെഡ് ക്രോസ് ഒരു ഫേമസ് ഓർഗനൈസേഷൻ ആണ് സോഷ്യൽ സർവീസ് ചെയ്യുന്നത്. യുണൈറ്റഡ് നേഷൻസിന്റെ യുനിസെഫ് എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട്, അത് ഒരു സോഷ്യൽ സർവീസ് ഓർഗനൈസേഷൻ ആണ്. സാൽവേഷൻ ആർമി. ഓക്കെ, പിന്നെ നമ്മൾ പേഴ്സണാലിറ്റീസ്, വ്യക്തികളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ക്ലാര ബാർട്ടൺ ആണ് ശരിക്കും അമേരിക്കൻ റെഡ് ക്രോസിന്റെ ഫൗണ്ടർ. മദർ തെരേസ ഒരു മിഷണറി ആണ്, ഒരു ഹ്യൂമാനിറ്റേറിയൻ ആണ്, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികൾ കൊടുക്കുന്ന സർവീസസിന് നമുക്ക് സോഷ്യൽ സർവീസ് എന്ന് നമുക്ക് പറയാം. ഇനി സോഷ്യൽ സർവീസിന്റെ മറ്റൊരു സംഗതി, അപ്പൊ സർവീസിന്റെ ഒരു സ്വഭാവം, നമ്മൾ കോസ്റ്റിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പലപ്പോഴും ഫ്രീ ആണ് അല്ലെങ്കിൽ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ളതായിരിക്കാം. പ്രത്യേകിച്ചും ആ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസീസ് കൊടുക്കുന്നത്, ഇത് ഒരു 98% ഫ്രീ ആയിട്ടുള്ള സർവീസ് ആയിരിക്കും സോഷ്യൽ സർവീസിലൂടെ അവൈലബിൾ ആക്കുക. ഇനി സോഷ്യൽ സർവീസ് നടത്തുന്നതിന് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ആവശ്യമായിട്ടുണ്ടോ? ഫോർമൽ ക്വാളിഫിക്കേഷൻ സോഷ്യൽ സർവീസിന് ആവശ്യമല്ല എന്നുള്ളതാണ്. കൂടുതലും വോളണ്ടിയേഴ്സ് ആണ് അല്ലെങ്കിൽ പാരാ പ്രൊഫഷണൽസ് ആണ് ഈ സോഷ്യൽ സർവീസിലേക്ക് ഒത്തിരി അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്.
അപ്പൊ ഇത് സോഷ്യൽ സർവീസിനെ കുറിച്ച് നമ്മൾ നോക്കിയത്. ഇനി സോഷ്യൽ വർക്കിന്റെ കാര്യം നോക്കാനാണെങ്കിലോ, സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ഫീൽഡാണ്. ഈ ഒരു ഫീൽഡില് അവര് സോഷ്യൽ തിയറിയും റിസർച്ചും ഒരുപാടധികം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് സോഷ്യൽ ഇഷ്യൂസ് സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. ഇപ്പൊ സോഷ്യൽ വർക്കേഴ്സിനെ നമ്മൾ നോക്കിയാലോ, സോഷ്യൽ സർവീസിൽ വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ പാരാ പ്രൊഫഷണൽസ് ഉണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ് ഈ സോഷ്യൽ വർക്കിലേക്ക് കടന്നു വരിക. അപ്പോൾ അവര് അഡ്വക്കേസി നടത്തുന്ന, കൗൺസിലിംഗ് നടത്തുന്ന, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ നടത്തുന്ന, അല്ലെ, സോഷ്യൽ പ്രോബ്ലംസ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുന്നതാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു പ്രധാന ഡിഫറൻസ് ഒന്നുമല്ല. ഇനി സോഷ്യൽ വർക്കിന്റെ കീ കമ്പോണൻസ് നമ്മൾ നോക്കിയാലോ, ഒന്ന് കേസ് മാനേജ്മെന്റ് എന്നുള്ളത്. ഇപ്പൊ കേസ് മാനേജ്മെന്റിനകത്ത് വരുന്നത് എന്താണ്? അസസിങ് നീഡ്സ് ആൻഡ് ഡെവലപ്പിംഗ് പ്ലാൻസ്. ഇത് എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന സ്റ്റേജസ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി നമ്മൾ പഠിക്കും. അപ്പൊ ഈ സോഷ്യൽ വർക്കിനകത്ത് ആ ഒരു സേവനം ഏറ്റുവാങ്ങുന്ന വ്യക്തിയെ ക്ലയന്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ക്ലയന്റിന്റെ നീഡ്സ് അസസ് ചെയ്യുക ആൻഡ് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പ്ലാൻസ് കൊണ്ടുവരിക ഈ ക്ലയന്റിന്റെ നീഡ്സ് മീറ്റ് ചെയ്യുന്നതിനും അത് പരിഹരിക്കുന്നതിനും വേണ്ടിയിട്ട്. മറ്റൊന്ന് കൗൺസിലിംഗ് ഇതിന്റെ ഭാഗമായിട്ട് വരും. ഒരു തെറാപ്പി എന്ന നിലയിൽ ശരിക്കും ഇൻഡിവിജ്വൽസിനും ഫാമിലീസിനും ഒക്കെ സപ്പോർട്ട് കൊടുക്കുന്നതിന് കൗൺസിലിംഗ് ഇതിന്റെ ഭാഗം തന്നെയാണ്. ആൻഡ് ദെൻ ഇഫ് യു ലുക്ക് അറ്റ് അഡ്വക്കേസി, ശരിക്കും ചാമ്പ്യനിങ് ക്ലയൻസ് റൈറ്റ്സ്. അപ്പോൾ വ്യക്തികളുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ചെയ്യുക, പോരാടുക എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു കമ്മ്യൂണിറ്റി വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ ബെറ്റർ ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക. ഇനി ഇതിനകത്തുള്ള എന്താ പറയേണ്ടത്, ഫേമസ് ആയിട്ടുള്ള യുനോ ഓർഗനൈസേഷൻസും പേഴ്സണാലിറ്റീസിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സി NASW, IFSW എന്നൊക്കെ പറയുന്നത്. അപ്പോൾ NASW ഇസ് നാഷണൽ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ്. IFSW എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ തന്നു എന്നുള്ളതാണ്. ലുക്ക് അറ്റ് ഫേമസ് പേഴ്സണാലിറ്റീസ് ഹിയർ. നമുക്ക് ജെയിൻ ആഡംസ് ഉണ്ട്, മേരി റിച്ച്മണ്ട് ഉണ്ട്. അപ്പൊ ജെയിൻ ആഡംസ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ വർക്കിന്റെ പയനിയർ ആണ്. ആൻഡ് ഷീ ഫൗണ്ടഡ് ദ ഹൾ ഹൗസ് എന്നുള്ള ആ ഒരു സ്ഥാപനം. മേരി റിച്ച്മണ്ടിന്റെ കാര്യം നോക്കുകയാണെങ്കിലോ, അവർ സോഷ്യൽ വർക്കറിനെ കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഒരു പയനിയർ ആയിട്ടുള്ള ഒരു സോഷ്യൽ വർക്കർ തന്നെയാണ് അവരുടെ കാര്യം നമ്മൾ പറയാനാണ്. ഇനി അതിന്റെ ആ ഒരു സർവീസിന്റെ നേച്ചർ നമ്മൾ നോക്കിയാൽ ഇവിടെയും കോസ്റ്റ് പറഞ്ഞാൽ സർവീസസ് ഇറ്റ് മേ ബി ഫ്രീ, ഇനി അതല്ലെങ്കിൽ അതിനകത്തൊരു ഫീസ് ഉണ്ടാകും. ആൻഡ് ദാറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ സെറ്റിംഗ് എന്നുള്ളതാണ്. അപ്പൊ സെറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കമ്മ്യൂണിറ്റി ക്ലിനിക്കിലാണ് പോകുന്നത്, ഇനി അതല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പ്രാക്ടീഷണറുടെ അടുത്താണോ ഈ സോഷ്യൽ സർവീസ് അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ സർവീസ് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു എന്താ പറയേണ്ടത് ഒരു സേവനത്തിന് വേണ്ടി പോകുന്നത്, അങ്ങനെയാകുമ്പോഴത്തേക്ക് അവിടെ ഒരു ഫീ അതിനകത്ത് ഇൻവോൾവ്ഡ് ആയിട്ട് വരും. ഇനി ക്വാളിഫിക്കേഷന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ BSW അല്ലെങ്കിൽ MSW പോലെയൊക്കെയുള്ള ഒഫീഷ്യൽ ക്വാളിഫിക്കേഷൻ, ഫോർമൽ എഡ്യൂക്കേഷൻ അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ ബാച്ചിലർ അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക്, അതാണ് BSW ബാച്ചിലർ ആണ്, MSW ഇസ് ദി മാസ്റ്റേഴ്സ് എന്നുള്ളത്. പിന്നെ മാത്രമല്ല ഒരുപാടധികം പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സും എത്തിക്കൽ ഗൈഡ് ലൈൻസും ഫോളോ ചെയ്താണ് ഈ ഒരു സോഷ്യൽ വർക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സോഷ്യൽ സർവീസ് അങ്ങനെയല്ല. സോഷ്യൽ സർവീസിന് ഈ പറയുന്നത് പോലെയുള്ള ഫോർമൽ എഡ്യൂക്കേഷനും എത്തിക്കൽ സ്റ്റാൻഡേർഡ്സും ഒക്കെ അതിനകത്ത് കുറവാണ്. ബട്ട് സ്റ്റിൽ അതിനകത്തും എത്തിക്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഉള്ളതുപോലെ അത്ര സ്ട്രോങ് അല്ല എന്നുള്ളത്. ഇനി ഇതിന്റെ രണ്ടിന്റെയും ഒബ്ജക്റ്റീവ്സും ഗോൾസും ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ സർവീസിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് ആ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള, അതായത് ആ ഒരു തൽക്ഷണം അവർക്ക് കൊടുക്കുന്ന ഒരു റിലീഫ് അല്ലെങ്കിൽ സപ്പോർട്ട് എന്ന നിലയിലാണ്. ഓക്കെ, അത് ആവശ്യമുള്ള വ്യക്തികളെ കണ്ടെത്തി അവർക്ക് ആ ഒരു സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളത്. അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈക്ക് ഫുഡ്, ഷെൽട്ടർ, ഹെൽത്ത് കെയർ, ഇങ്ങനെയൊക്കെയുള്ളത് അവർക്ക് പെട്ടെന്ന് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് സോഷ്യൽ സർവീസിന്റെ പ്രധാന ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് നമുക്ക് പറയാം. എന്നാൽ സോഷ്യൽ വർക്കിൻ്റെതോ, സോഷ്യൽ വർക്കിന്റെ ഗോൾ എന്ന് പറയുന്നത് ആ ഒരു ഇമ്മീഡിയറ്റ് റിലീഫ് മാത്രമല്ല അവിടെ വരുന്നത്. ഇറ്റ് ഗോസ് വേ ബിയോണ്ട് ദ ഇമ്മീഡിയറ്റ് റിലീഫ് എന്നുള്ളത്.
ഇവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇൻഡിവിജ്വൽസിനെ എംപവർ ചെയ്യുന്നു. അപ്പൊ എംപവർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒരു പ്രശ്നം ഉള്ള ഒരു വ്യക്തി, ഫോർ എക്സാമ്പിൾ അഡിക്ഷൻ ഒരു പ്രോബ്ലം ആയിട്ടുള്ള ഒരു വ്യക്തി. അപ്പോൾ ഈ അഡിക്ഷനിൽ നിന്ന് മാറിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ആവശ്യമായ സംഗതികളൊക്കെ ചെയ്തിട്ട് വീണ്ടും ആ ഒരു അഡിക്ഷനിലേക്ക് പോകാതിരിക്കാനുള്ള ആ ഒരു നോളജും കേപ്പബിലിറ്റിയും അവരിൽ ബിൽഡ് ചെയ്തെടുക്കുകയാണ്. ഇനി ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉള്ള ഒരു വ്യക്തി എന്ന് കണക്കാക്കുക. ആ ഒരു വ്യക്തിയുടെ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒരുപക്ഷെ മാറ്റുന്നതിന് വേണ്ടി ആ വ്യക്തിക്ക് ചിലപ്പം പ്രൊഫഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ട്രെയിനിങ്, ഒരു ജോബിന്റെ ട്രെയിനിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്ത് അവരെ എംപവർ ചെയ്തെടുക്കുക എന്നുള്ളത്. ഒരുപക്ഷെ സോഷ്യൽ വർക്കിലൂടെ ആ ഒരു സിസ്റ്റമിക് ചേഞ്ചസ് കൊണ്ടുവരിക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ സിസ്റ്റത്തിലുള്ള വരുത്താൻ കഴിയുന്ന മാറ്റങ്ങൾ എന്നുള്ളതാണ്. ഇനി ഓരോ സോഷ്യൽ ഇഷ്യൂസിന്റെ പ്രധാന കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് ആ ഒരു കാരണത്തെ അഡ്രസ് ചെയ്യുക എന്നുള്ളതുമാണ്. ഇപ്പൊ സോഷ്യൽ വർക്ക് പ്രധാനമായിട്ട് എയിം ചെയ്യുന്നത് ലോങ് ടേം സൊല്യൂഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ ഒരു പ്രശ്നം വീണ്ടും ആ ഒരു വ്യക്തിയുടെയോ ഒരു കമ്മ്യൂണിറ്റിയിലോ വരാൻ പാടില്ല എന്നുള്ള തരത്തിൽ ഒരു ലോങ് ടേം ഗോൾ, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് വരുത്തുക വ്യക്തികളിലും കമ്മ്യൂണിറ്റീസിലും, അവരുടെ ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അവിടെ ബെറ്റർ ആക്കി കൊണ്ടുവരിക. ഇതാണ് സോഷ്യൽ വർക്കിന്റെ ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് നമ്മൾ നോക്കിയാൽ. ഇനി ഇതിന് രണ്ടിനും രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തഡോളജീസ് ആണ് ശരിക്കും ഉപയോഗിക്കുന്നത്. സോഷ്യൽ സർവീസിന്റെ കാര്യം പറയാനാണെങ്കിൽ അതിനുപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് പ്രൊവിഷൻ ആണ്. അതായത് ഈ സർവീസസ് ആവശ്യമായിട്ടുള്ള വ്യക്തികളിൽ സോഷ്യൽ സർവീസ്, അതായത് ദോസ് ഇൻ നീഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു സർവീസ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ആൻഡ് മറ്റൊന്ന് ഉപയോഗിക്കുന്ന ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് സർവീസസിന്റെ ഒരു കോർഡിനേഷൻ നടത്തുന്നത്. അതായത് ഇൻഡിവിജ്വൽസിന് ആ ഒരു സർവീസസ് അല്ലെങ്കിൽ റിസോഴ്സസ് ആവശ്യമായ വ്യക്തികളെ ആ റിസോഴ്സസും സർവീസസും കൊടുക്കാൻ കഴിയുന്ന വ്യക്തികളുമായിട്ട് കണക്ട് ചെയ്യുക. അതാണ് കോർഡിനേറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത്. ആൻഡ് ഇത് എപ്പോഴും ഒരു ഷോർട്ട് ടേം ഇന്റർവെൻഷൻസ് ആയിരിക്കും. അതായത് പെട്ടെന്ന് കാണേണ്ട ഒരു പരിഹാരം എന്ന നിലയിലാണ് ഇതിന്റെ ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സോഷ്യൽ വർക്കിൻ്റെത് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിലോ, സോഷ്യൽ വർക്കിന്റെ മെത്തേഡിൽ ഒരുപാടധികം കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. കാരണം ഇത് വളരെയധികം പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ലോങ് ടേം എഫക്റ്റിന് വേണ്ടി ചെയ്യുന്ന ഒരു സംഗതിയാണ് അല്ലെ. അപ്പൊ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു അസസ്മെന്റും ഒരു പ്ലാനിങ്ങും അവിടെ വരുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇവാലുവേഷൻ ഇവിടെ നടത്തേണ്ടതായിട്ടുണ്ട്. ആ ഒരു ക്ലയന്റിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട്, കാരണം ഓരോ ക്ലയന്റിന്റെയും സാഹചര്യം വ്യത്യാസമായിരിക്കും, ഓരോ ക്ലയന്റിന്റെയും പ്രശ്നങ്ങളും വ്യത്യാസമായിരിക്കും അല്ലെ. അപ്പൊ അതിനു വേണ്ടി കൃത്യമായിട്ടുള്ള ഇന്റർവെൻഷൻ പ്ലാൻസ് അവിടെ കൊണ്ടുവരിക. പിന്നെ തെറാപ്പി ഇന്റർവെൻഷൻസ് അല്ലെങ്കിൽ തെറാപ്പോട്ടിക് ഇന്റർവെൻഷൻസ് എന്നുള്ളത്, അപ്പോൾ കൗൺസിലിംഗ് ഉപയോഗിക്കുക അല്ലെങ്കിൽ മറ്റനേകം തെറാപ്പി ഉപയോഗിക്കുക. ഒരുപക്ഷെ അവരുടെ ആ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇമോഷണൽ ഇഷ്യൂസ് ഒക്കെ മാറ്റിയെടുക്കുന്നതിന് അതൊന്നും ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അല്ല അല്ലെ. അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് അഡ്വക്കേസി ആൻഡ് പോളിസി വർക്ക്. ഇപ്പൊ എന്തായാലും അഡ്വക്കേസിയും പോളിസി വർക്കും എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അല്ലെ. പോളിസി തലത്തിൽ ഒരു നിയമം ഒരു പക്ഷേ മാറ്റിയെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിന് ശുപാർശ ചെയ്യാനായിട്ട് സ്വാധീനിക്കും എന്നുള്ളത്. ഇനി ഒരുപാടധികം റിസർച്ചും ഇവാലുവേഷനും നടക്കുന്നതാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ സോഷ്യൽ വർക്കിന്റെ ആ ഒരു മെത്തേഡ് അത് എഫക്റ്റീവ് ആയിരുന്നോ, ആ ഒരു ഇന്റർവെൻഷൻ കൃത്യമായിട്ട് അത് നടന്നോ എന്നൊക്കെയുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരിയധികം റിസർച്ചും റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ വർക്ക് നടത്തുന്നു. ആൻഡ് ആ ഒരു സോഷ്യൽ വർക്ക് കംപ്ലീറ്റ് ആകുമ്പം അതിനെ ഇവാലുവേറ്റ് ചെയ്ത് അവരുപയോഗിച്ച മാർഗങ്ങളൊക്കെ കൃത്യമായിരുന്നോ, നല്ലതായിരുന്നോ, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നൊക്കെ പഠിക്കുകയും ചെയ്യുന്നു. അപ്പം സോഷ്യൽ സർവീസ് ആ ഒരു ഇമീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ആയതുകൊണ്ട് അതിന് ഒരുപക്ഷെ അതിന്റെ എഫക്റ്റീവ്നെസ് അന്നേരം തന്നെ അറിയാൻ പറ്റും. അതിന് പ്രത്യേകിച്ചൊരു റിസർച്ചിന്റെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഇതിന്റെ രണ്ടിന്റെയും ആ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ്ങും സ്റ്റാൻഡേർഡ്സും നമ്മൾ നോക്കുകയാണെങ്കിലോ, ഈ സോഷ്യൽ സർവീസിന്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സോഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തികള് അവർക്ക് ഒരുപക്ഷെ ആ ഒരു ഫോർമൽ ട്രെയിനിങ് ആവശ്യമായിട്ടില്ല. വോളണ്ടിയേഴ്സ് ആകാം അല്ലെങ്കിൽ പാരാ പ്രൊഫഷണൽസ് ആകാം. ഓക്കെ, ഇനി സോഷ്യൽ വർക്കിന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോർമൽ എഡ്യൂക്കേഷൻ അവിടെ ആവശ്യം തന്നെയാണ് എന്നുള്ളത്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കുറച്ച് മിത്ത് നമുക്ക് എന്താണെന്ന് നോക്കാം. സോഷ്യൽ സർവീസിനെ കുറിച്ച് ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണെന്നും അതിന്റെ സത്യാവസ്ഥ എന്താണെന്നും. ആദ്യത്തെ മിത്ത് ഇതാണ്:
സോഷ്യൽ വർക്കേഴ്സ് ഓൺലി ടേക്ക് അവേ ചിൽഡ്രൻ. അവർ കുട്ടികളെ നമ്മുടെ അടുത്ത് നിന്ന് മാറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഈ സോഷ്യൽ വർക്കേഴ്സ്. എന്നാൽ റിയാലിറ്റി നോക്കിയാലോ, സോഷ്യൽ വർക്കിൽ ഒരുപാടധികം റോൾസ് അവിടെയുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു പക്ഷേ മെന്റൽ ഹെൽത്ത് കൗൺസിലിംഗ് വരും, കമ്മ്യൂണിറ്റി ഓർഗനൈസിങ് വരും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോ ഒരു പക്ഷേ എന്താ പറയേണ്ടത്, കുട്ടികളെ എന്താ പറയേണ്ടത്, താൽക്കാലികമായിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് ആവശ്യമായിട്ട് വരും. രണ്ടാമത്തെ ഒരു മിത്ത് നോക്കിയേ, സോഷ്യൽ വർക്ക് ഇസ് ദ സെയിം ആസ് വോളണ്ടിയർ വർക്ക് എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇപ്പൊ നമുക്കറിയാം സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഫീൽഡാണ്. അവിടെ ഒരുപാടധികം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ആവശ്യമായിട്ടുണ്ട്. എന്നാൽ സോഷ്യൽ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് ശരിക്കും ട്രെയിനിങ്ങിന്റെ ആവശ്യം അവിടെ ഇല്ല. വോളണ്ടിയർ വർക്ക് എന്നുള്ളത് തന്നെയാണ് അവിടെ പറയുന്നത്, അല്ലേ? അപ്പൊ വോളണ്ടിയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് കനോട്ട് റീപ്ലേസ് ദ പ്രൊഫഷണൽ എക്സ്പെർട്ടീസ്. അവിടെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് സോഷ്യൽ വർക്കിൽ ഉള്ളത് ഒരു പക്ഷേ ഇവിടെ വരണം എന്ന് നിർബന്ധമില്ല. അപ്പൊ സോഷ്യൽ വർക്ക് ശരിക്കും ഒരു പ്രൊഫഷണൽ ഫീൽഡാണ്, അതിന് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ സോഷ്യൽ വർക്ക് ആ ഒരു വോളണ്ടിയർ വർക്ക് അല്ല എന്നുള്ളത് ആ ഒരു മിത്ത്. മറ്റൊരു മിത്ത് എന്താണ്, സോഷ്യൽ വർക്കേഴ്സ് ആർ ഓൺലി ഫൗണ്ട് ഇൻ സോഷ്യൽ സർവീസ് ഏജൻസീസ് എന്നുള്ളത്. എന്നാൽ അതിന്റെ സത്യാവസ്ഥ എന്താണ്, സോഷ്യൽ വർക്കേഴ്സ് ആർ എംപ്ലോയിഡ് ഇൻ ഡൈവേഴ്സ് സെറ്റിംഗ്സ് എന്നുള്ളതാണ്. അവർ സോഷ്യൽ വർക്ക് ഏജൻസീസിൽ മാത്രമല്ല, സ്കൂൾസിലുണ്ട്, ഹോസ്പിറ്റൽസിലുണ്ട്, മെന്റൽ ഹെൽത്ത് ക്ലിനിക്കിലുണ്ട്, പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്നവരും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സോഷ്യൽ സർവീസ് ഏജൻസിയെ പോലെ അല്ല ഇവരുടെ റോൾ, അത് അതിനും അപ്പുറം ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊരു മിത്ത് എന്താണ്, സോഷ്യൽ വർക്ക് ഇസ് ജസ്റ്റ് അബൌട്ട് ഹെൽപ്പിംഗ് പീപ്പിൾ. അപ്പൊ സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രധാന ഘടകം. പക്ഷേ ഈ പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവര് അതിനും അപ്പുറത്തേക്ക് ഒരു പക്ഷേ അതിന്റെ റൂട്ട്, ഈ ഒരു പ്രോബ്ലം ഉണ്ടാകാൻ ഒരു പക്ഷെ ഒരു സോഷ്യൽ ഇഷ്യൂ ആണെങ്കിൽ അതെന്തുകൊണ്ട് വന്നു, ചിലപ്പം ഒരു മാറ്റം, സമൂഹത്തിൽ ഒരു മാറ്റം വരുത്തേണ്ടതായിട്ട് അവിടെ വരും, അല്ലേ? ചിലപ്പോൾ പോളിസിയിൽ റിഫോംസ് കൊണ്ടുവരേണ്ടതായിട്ട് വരും, അല്ലേ? സോഷ്യൽ ഇൻജസ്റ്റിസസ് ഇല്ലാതെയാക്കേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ വരും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണ്, ഒന്ന് ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ സോഷ്യൽ സർവീസിലായിരുന്നാലും സോഷ്യൽ വർക്കിലായിരുന്നാലും ശരി തന്നെ, ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, വ്യക്തികളെയും സമൂഹത്തിനെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഓവർലാപ്പ് ഉണ്ടല്ല, കാരണം രണ്ടിന്റെയും ഉദ്ദേശം ഏകദേശം സെയിം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ആൾക്കാരിൽ സഹായം എത്തിക്കുക എന്നുള്ളത്. അപ്പൊ ഇതൊരു കൺഫ്യൂഷന് ഒരു കാരണമാകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ആൾക്കാർക്ക് ശരിക്കും ആ ഒരു ഡിഫറൻസ് ഇവിടെ കാണാനായിട്ട് മനസ്സിലാകത്തില്ല. ഒരു പക്ഷേ സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് അസിസ്റ്റൻസ് ആണെന്നും സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ചെയ്യുന്ന പ്രവൃത്തിയാണെന്നും ആ ഒരു വ്യത്യാസം ചിലപ്പോൾ കാണാൻ മനസ്സിലായെന്ന് വരത്തില്ല. ഇനി മറ്റൊന്ന്, ഈ ഒരു ടെർമിനോളജിയിൽ തന്നെ ഒരു കൺഫ്യൂഷൻ അവിടെയുണ്ട്. കാരണം സോഷ്യൽ സർവീസും സോഷ്യൽ വർക്കും എന്നുള്ള ആ ഒരു വാക്ക് നമ്മൾ കോമൺ പീപ്പിൾ നമ്മൾ പലപ്പോഴും അത് ഇന്റർചേഞ്ചബിൾ ആയിട്ട് നമ്മൾ അത് ഉപയോഗിക്കും ഒരു കാഷ്വൽ ആയിട്ടുള്ള കോൺവെർസേഷനിലോ, അല്ലെങ്കിൽ ഇത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കൊണ്ടെത്താം എന്നുള്ളതാണ്. അപ്പോൾ ലാംഗ്വേജിൽ തന്നെ നമ്മൾ വരുത്തുന്ന ആ ഒരു ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ഇവിടെ വളരെ ആവശ്യമാണ്, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്. മറ്റൊന്ന് മീഡിയ റെപ്രസെന്റേഷൻ നോക്കുക. മീഡിയ ആയിരുന്നാൽ പോലും പലപ്പോഴും സോഷ്യൽ വർക്കേഴ്സിനെ അവര് ലിമിറ്റഡ് ആയിട്ടുള്ള റോൾസിലാണ് ശരിക്കും അവർ പോർട്രേ ചെയ്യുന്നത്. ആ ലിമിറ്റഡ് ആയിട്ടുള്ള റോളിൽ അവർ കാണിക്കുന്നത്. അപ്പൊ നാരോ ആയിട്ടുള്ള വളരെ ഒരു കുഞ്ഞു റോള് മാത്രമേ സോഷ്യൽ വർക്കർ ഉണ്ട് എന്ന് കാണിക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ സോഷ്യൽ വർക്കർക്ക് അങ്ങനത്തെ ഒരു റോളേ ഉള്ളൂ എന്ന് കാണിക്കുമ്പോൾ ശരിക്കും അവരുടെ ആ എന്തുമാത്രം ആഴത്തിൽ ഇറങ്ങി സോഷ്യൽ വർക്കർക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള ആ ഒരു സത്യം മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നത്. അങ്ങനെയും മിസ്കൺസെപ്ഷൻസ് ഉണ്ടാകാം എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് സോഷ്യൽ സർവീസും സോഷ്യൽ വർക്കുമായിട്ടുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും എങ്ങനെയൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. സോ ഹിയർ ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് സോഷ്യൽ സർവീസ്? ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ ഇതിന് മുന്നേയും ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം, ഉറപ്പായിട്ടും വരാം. പക്ഷേ ഈ ടോപ്പിക് സ്പെസിഫിക് ആയിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യൽ സർവീസ് ആൻഡ് സോഷ്യൽ വർക്ക് ഇത് കഴിഞ്ഞ പരീക്ഷ വരെ ഇല്ലാതിരുന്ന ഒരു ടോപ്പിക്കാണ് ഇത്തവണ പുതിയതായിട്ട് വന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഒരു ചോദ്യം ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്?
ശരിക്കും ആ ഒരു എന്താ പറയേണ്ടത്, ഓപ്ഷൻ ബിയിലേക്ക് നോക്ക്. ഓപ്ഷൻ എ പ്രൊഫഷൻ ദാറ്റ് റിക്വയർസ് എ ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക്. അതാണോ സോഷ്യൽ സർവീസ്? അല്ല. സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് അസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ടു മീറ്റ് ഇമീഡിയറ്റ് നീഡ്സ്. ഇമീഡിയറ്റ് നീഡ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഡയറക്റ്റ് അസിസ്റ്റൻസും സപ്പോർട്ടും, അതാണ് സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നോക്കിയേ, വാട്ട് ഈസ് എ പ്രൈമറി ഗോൾ ഓഫ് സോഷ്യൽ വർക്ക്? സോഷ്യൽ വർക്കിന്റെ ഒരു പ്രൈമറി ഗോൾ എന്താണ്? ലുക്ക് അറ്റ് ഓപ്ഷൻ എ, ടു പ്രൊവൈഡ് എമർജൻസി അസിസ്റ്റൻസ്. അതാണോ സോഷ്യൽ വർക്കിന്റെ പ്രധാനപ്പെട്ട ഗോൾ? യെസ്, സോഷ്യൽ വർക്കിലൂടെ എമർജൻസി അസിസ്റ്റൻസ് കൊടുക്കും, പക്ഷെ അതിന്റെ പ്രധാന റോൾ അതല്ല, അല്ലേ? ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ. ടു എംപവർ ഇൻഡിവിജ്വൽസ് ആൻഡ് അഡ്രസ് റൂട്ട് കോസസ് ഓഫ് സോഷ്യൽ ഇഷ്യൂസ്. സോഷ്യൽ ഇഷ്യൂസിന്റെ റൂട്ട് കോസസ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കീ കമ്പോണന്റ് ഓഫ് സോഷ്യൽ സർവീസ്? സോഷ്യൽ സർവീസിന്റെ ഒരു കീ, സോഷ്യൽ സർവീസിന്റെ ആണ്, സോഷ്യൽ വർക്കിന്റെ അല്ല. അപ്പൊ എന്താണ് അതിന്റെ ഒരു കീ കമ്പോണന്റ് എന്ന് പറയുന്നത്? ഓപ്ഷൻ സി, എമർജൻസി അസിസ്റ്റൻസ് ആണ്, അല്ലെ? ബാക്കി ഇത് മൂന്നെണ്ണവും സോഷ്യൽ വർക്കിന്റെ കീ കമ്പോണൻസ് ആണ്. കേസ് മാനേജ്മെന്റും കൗൺസിലിംഗും റിസർച്ച് ആൻഡ് എവാലുവേഷൻ എല്ലാം സോഷ്യൽ വർക്കിൽ വരുന്നതാണ്. സോഷ്യൽ സർവീസിൽ വരുന്നത് ഈ എമർജൻസി അസിസ്റ്റൻസ് മാത്രമാണ്. ഓക്കെ, അതായത് ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4, വാട്ട് ഡിസ്റ്റിങ്വിഷസ് സോഷ്യൽ വർക്കേഴ്സ് ഫ്രം സോഷ്യൽ സർവീസ് പ്രൊവൈഡേഴ്സ് ഇൻ ടേംസ് ഓഫ് പ്രൊഫഷണൽ റിക്വയർമെന്റ്? പ്രൊഫഷണൽ റിക്വയർമെന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് സോഷ്യൽ സർവീസ് പ്രൊവൈഡേഴ്സിനെയും സോഷ്യൽ വർക്കേഴ്സിനെയും വ്യത്യാസപ്പെടുത്തുന്നത്? ഓപ്ഷൻ എ എന്താണ്? സോഷ്യൽ വർക്കേഴ്സ് ഓഫൻ ഡു നോട്ട് റിക്വയർ ഫോർമൽ ട്രെയിനിങ്. സോഷ്യൽ വർക്കേഴ്സിന് ഫോർമൽ ട്രെയിനിങ് വേണം. ഓപ്ഷൻ ബി നോക്കിയേ, സോഷ്യൽ സർവീസ് പ്രൊവൈഡേഴ്സ് മസ്റ്റ് അഡ്ഹർ ടു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് എത്തിക്കൽ ഗൈഡ് ലൈൻസ്. ഇവിടെ സോഷ്യൽ സർവീസ് പ്രൊവൈഡേഴ്സ് ഈ ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സും ഗൈഡ് ലൈൻസും മീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. സോഷ്യൽ സർവീസ് പ്രൊവൈഡേഴ്സിന് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യേണ്ടതുണ്ടോ? അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാം, പക്ഷെ ഇവിടെ ഓൾറെഡി നിർണയിച്ചിട്ടുള്ള പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. മൂന്നാമത്തെ നോക്കിയേ, സോഷ്യൽ വർക്കേഴ്സ് ടിപ്പിക്കലി റിക്വയർ ഫോർമൽ ഡിഗ്രി ആൻഡ് സർട്ടിഫിക്കേഷൻ. നാലാമത്തത്, സോഷ്യൽ സർവീസ് പ്രൊവൈഡേഴ്സ് ആർ പ്രൈമറിലി ഇൻവോൾവ്ഡ് ഇൻ അഡ്വക്കേസി ആൻഡ് പോളിസി വർക്ക്. സോഷ്യൽ സർവീസ് പ്രൊവൈഡേഴ്സിന്റെ പണിയല്ലത്, ഇത് സോഷ്യൽ വർക്കേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇവിടെ സോഷ്യൽ വർക്കേഴ്സിന് ആ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം, അല്ലെ, സോഷ്യൽ വർക്കിൽ അവരുടെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5, which myth about social work suggests that social workers are only found in social service agencies? അപ്പൊ ഇതിനെ കുറിച്ച് കുറച്ച് മിത്ത് നമ്മൾ സംസാരിച്ചിരുന്നല്ലേ. മിത്ത് ഓപ്ഷൻ എ എന്താണ്? സോഷ്യൽ വർക്കേഴ്സ് ഓൺലി ടേക്ക് അവേ ചിൽഡ്രൻ. അതൊരു മിത്ത്. രണ്ടാമത്തെ എന്തായിരുന്നു? സോഷ്യൽ വർക്ക് ഇസ് ദ സെയിം ആസ് വോളണ്ടിയർ വർക്ക് എന്നുള്ളത്. മൂന്നാമത്തെ മിത്ത് എന്തായിരുന്നു? സോഷ്യൽ വർക്കേഴ്സ് ആർ ഓൺലി ഫൗണ്ട് ഇൻ സോഷ്യൽ സർവീസ് ഏജൻസീസ്. അത് തന്നെയാണ് ഇതിന്റെ ആൻസർ, അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ മനസ്സിലിരിക്കുന്ന ഒരു ചിന്തയാണ്. സോഷ്യൽ വർക്കേഴ്സ് എന്നുള്ളത് സോഷ്യൽ സർവീസ് ഏജൻസീസിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള മനുഷ്യന്റെ ചിന്തയുടെ കാര്യത്തെ കുറിച്ചാണ് ശരിക്കും ഇവിടെ നമ്മൾ ഈ പറയുന്നത്. ഓൾറൈറ്റ്, സോ അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോഷ്യൽ സർവീസും സോഷ്യൽ വർക്കും തങ്ങളിലുള്ള ഡിഫറൻസ്. ആൻഡ് ഇതൊരു പുതിയ ടോപ്പിക് ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഇതിനെ ബേസ് ചെയ്ത് ഒരു ചോദ്യമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട്. പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ സോ ദാറ്റ് ഐ വുഡ് ബി മോട്ടിവേറ്റഡ് ടു ഗിവ് യു ബെറ്റർ ലെസൺ. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ സ്പെസിഫിക് ആയിട്ട് ഈ ICTS സൂപ്പർവൈസറിന്റെ ഏത് ടോപ്പിക്കും ആയിക്കോട്ടെ, ഏത് മോഡ്യൂളിൽ നിന്ന് ഏത് ടോപ്പിക്കും ആയിക്കോട്ടെ, അതിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിൽ അത് മെൻഷൻ ചെയ്യാം. അതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് ചെയ്ത് തരുന്നതായി. So, thank you very much for watching and wish you all the very best. Thank you.